നമസ്തേ. മറുപടിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്നും ഡെപ്യൂട്ടി കമ്മീഷണറായി വിരമിച്ച ശ്രീ CR രാധാകൃഷ്ണനാണ് മറുപടിയുടെ ഈ അധ്യായത്തിലെ അതിഥി. അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ. നമസ്തേ. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ നിരന്തരം ചാനലുകളിൽ താങ്കൾ സാന്നിധ്യം അറിയിക്കുന്നുണ്ട്. നോക്കൂ, ഈ കൊള്ളയുടെ വ്യാപ്തി എത്രത്തോളം ഉണ്ടാവും താങ്കളുടെ ഒരു കണക്ക് പ്രകാരം? കാരണം 1978 മുതൽ 2010 വരെ തിരുവിതാംകൂർ ദേവസ്വത്തിൽ വിവിധ തസ്തികളിൽ ഇരുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ. താങ്കൾക്ക് നന്നായിട്ട് അറിയാമായിരിക്കും ഒരുപക്ഷെ അവിടുത്തെ കൊള്ള. അപ്പോൾ വൻതോതിൽ ഈ ഭക്തജനങ്ങളുടെ കോൺട്രിബ്യൂഷനും മറ്റും സമാഹരിക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ ഇത് സമസ്ത മേഖലയിലും പിൽഫറേജ്, സാമ്പത്തിക അപകരണം, അതുപോലെ തന്നെ നിയമപരമായ മറ്റ് അപകടം വരുത്തൽ, നമ്മുടെ ഭൂമി അന്യാധീനപ്പെടുത്തൽ തുടങ്ങിയ സമസ്ത മേഖലയിലും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ 1978 നമ്മൾ സർവീസിൽ കയറുമ്പോൾ അന്ന് ശ്രീമാൻ TN ഉപേന്ദ്രനാഥ് കുറുപ്പാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ഓക്കെ. അപ്പോൾ അത് അദ്ദേഹം ഒരു പക്ഷേ അദ്ദേഹം ഈ നിയമങ്ങളൊക്കെ പഠിച്ചതുകൊണ്ടോ അറിയില്ല, ആക്റ്റും റൂളും കുറച്ചൊക്കെ കർക്കശമായി പാലിക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു. അപ്പോൾ അത് ഇപ്പം നമ്മളെ സംബന്ധിച്ചുള്ളത് നിയമത്തിൻ്റെ അപര്യാപ്തയല്ല. ഈ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെൻറ് ഉണ്ടായത് 56-ലാണ്. പക്ഷേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 1811 1811 തിരുവിതാംകൂർ രാജകുടുംബത്തിലായിരുന്നു അത്. പിന്നീട് രാജഭരണത്തിലെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റായിരുന്നു. 1922 അത് രാജഭരണത്തിൻ്റെ കീഴിൽ തന്നെ റവന്യൂ, ദേവസ്വം 2 ഡിപ്പാർട്ട്മെൻറ്റാക്കി. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ചീഫ് സെക്രട്ടറിയുടെ ലെവലിൽ അതേ സ്റ്റാറ്റസിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ദേവസ്വം കമ്മീഷണറായിരുന്നു. ഓക്കെ. ഇപ്പോൾ ദേവസ്വം കമ്മീഷണർ ചാർജ് അല്ലെങ്കിൽ ലീവ് എടുത്താൽ അതിൻ്റെ ചുമതല ദിവാൻ പേഷ്കാർക്കാരി. ഓക്കെ. അപ്പോൾ ദിവാൻ പേഷ്കാർ ഗവൺമെൻറ് ചീഫ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ 2ാമത്തെ ഗ്രേഡാണ്. അപ്പോൾ രാജഭരണത്തിന് കീഴിൽ അത്ര നമ്പർ 1ആയി സംസ്ഥാന ഈ രാജഭരണത്തിന് കീഴിൽ പരിപാലിച്ചിരുന്ന മഹത്തായ ഒരു സ്ഥാപനമാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് 1949 കവനൻ്റ് വന്നു. നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കുന്ന സംവിധാനത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ അന്നത്തെ പ്രബലരമായ 2 രാജാക്കന്മാരുണ്ട്, കൊച്ചി രാജാവും തിരുവിതാംകൂർ മഹാരാജാവും. ഈ 2 രാജാക്കന്മാരെയും കൂടെ ചേർത്ത് ഒരു കവനേറ്റിംഗ് സ്റ്റേറ്റ് ഉണ്ടാക്കി ആദ്യം. അല്ലാതെ സ്റ്റേറ്റ് കേരള അല്ല, ട്രാവൻകൂർ കൊച്ചി കവനേറ്റിംഗ് സ്റ്റേറ്റ്. അപ്പോൾ അതിന് ഒരു അന്നത്തെ എഗ്രിമെൻറ്റിൻ്റെ പേര് കവനൻ്റ് എന്നാണ് പറയുന്നത്. അതിലൊരു 26 ആർട്ടിക്കിളുണ്ട്. ഈ 26 ആർട്ടിക്കിളിൽ തിരുവിതാംകൂർ കൊച്ചി രാജ്യങ്ങൾ സമന്വയിച്ച് ഒരു രാജ്യമാകുന്നുവെന്നും ആ രാജ്യത്തിൻ്റെ കവനേറ്റിംഗ് സ്റ്റേറ്റിൻ്റെ രാജപ്രമുഖനായിട്ട് തിരുവിതാംകൂർ മഹാരാജാവ് ഇരിക്കുന്നു. അപ്പോൾ അന്ന് തിരുവിതാംകൂർ മഹാരാജാവിനും കൊച്ചി മഹാരാജാവിനും പ്രിവി പേഴ്സ് അനുവദിച്ചു. തിരുവിതാംകൂർ മഹാരാജാവിന് എനിക്ക് തോന്നുന്നു 35 ലക്ഷം രൂപയും ഇദ്ദേഹത്തിന് 2.5 ലക്ഷം രൂപയാണ്. ഇത് കൊച്ചിക്ക് കുറച്ച് ചെറിയ രാജ്യമാണ്. അങ്ങനെ തിരുവിതാംകൂർ മഹാരാജാവ് കേരളത്തിലെ രാജപ്രമുഖനായിരിക്കുമ്പോഴാണ് ആദ്യമായി ഈ ദേവസ്വം ബോർഡിന് പ്രത്യേക അപ്പോയിൻമെൻ്റ് ഉണ്ടാക്കിയത്. ശ്രീമാൻ മന്നത്ത് പത്മനാഭൻ പ്രസിഡന്റ്, R ശങ്കർ മെമ്പർ, ജസ്റ്റിസ് ശങ്കരനാരായണ അയ്യർ മെമ്പർ. അതാണ് പ്രഥമ ബോർഡ്. 1949 ആഗസ്റ്റ് 1. അപ്പോൾ അന്ന് ഈ കവനൻ്റിൽ അവർ പറയുന്ന 2 രാജാക്കന്മാർ വെച്ച നിർദ്ദേശം, ലോകത്തൊരിടത്തും രാജഭരണം അല്ലെങ്കിൽ ഗവൺമെൻറ് ദേവസ്വം ഭരിക്കും. ഹിന്ദു ക്ഷേത്രങ്ങൾ ഭരിക്കുന്നില്ല ഗവൺമെൻറ്, പക്ഷേ തിരുവിതാംകൂർ ഗവൺമെൻറ് ഭരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഭരണം രാഷ്ട്രീയ വിമുക്തമായിരിക്കണം, സ്വതന്ത്രമായിരിക്കണം, അന്യൂന്യമായി ദേവഭരണം നടക്കണം. അതാണ് ഈ 2 രാജാക്കന്മാരും വെച്ച താല്പര്യം. അതെല്ലാം കാറ്റിപ്പുറത്ത്. ഇപ്പോൾ അതിന് ആവശ്യമായ രേഖകൾ, ആവശ്യമായ റൂളുകൾ അന്ന് ഈ ഗവൺമെൻറ്റിൽ ഏർപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് വന്നത് തിരുക്കൊച്ചി മന്ത്രിസഭ. അന്ന് തിരുക്കൊച്ചി പ്രധാനമന്ത്രിയാണ്, അന്ന് കേരളത്തിൽ മുഖ്യമന്ത്രിയല്ല. അത് കഴിഞ്ഞ് പറവൂർ TK നാരായണ അദ്ദേഹമാണ് മുഖ്യമന്ത്രി. ആ മന്ത്രിസഭയാണ് 1950 രാജ്യത്തെ 15ാമത്തെ നിയമമാണ്. കേരള സംസ്ഥാനത്തെ 15ാമത്തെ നിയമനിർമ്മാണമാണ്.
തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിയമം 1950 HRI ആക്ട്. ഓക്കെ. അത് 1950 വന്നു. 50 വന്നപ്പോൾ ഈ ആക്ട് വന്നപ്പം നിലവിലുള്ള ബോർഡ് അബ്സല്യൂട്ടായി. അത് പോയി, പുതിയ ബോർഡുകൾ. അങ്ങനെ ഏതാണ്ട് 26ാമത്തെ പ്രസിഡൻ്റായി ഇന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആ കവനൻറ്റിൽ വളരെ വ്യക്തതയോടുകൂടി പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഭൂമി, ഇതിൻ്റെ ആചാരം, ഇതിൻ്റെ മറ്റു സംവിധാനങ്ങൾ ഇതെല്ലാം സുരക്ഷിതവും രാഷ്ട്രീയ ഭിന്നമായും സംരക്ഷിക്കപ്പെടണം. ആ താല്പര്യം അന്ന് ആര് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അവർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ദീസ് കവനൻ്റ് എൻറ്റേഡ് ഇൻ ടു ബൈ ദ കൺകറൻസ് ഓർ അപ്രൂവൽ ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നാണ് അതിൻ്റെ ആദ്യം അടിച്ചേക്കുന്നത്. അപ്പോൾ അത് ആ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു ഗ്യാരണ്ടി ഉണ്ട്. അതൊരു ഗ്യാരണ്ടിയാണ്. ഏതൊരു കാലത്തും ഇത് നീതിപൂർവവും നിഷ്പക്ഷമായും രാഷ്ട്രീയ ഇതരമായും സംരക്ഷിച്ചു കൊള്ളാമെന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അന്ന് ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ സെക്രട്ടറി VP മേനോനാണ് ഒപ്പിട്ടത്. 2 രാജാക്കന്മാരും, തിരുവിതാംകൂർ മഹാരാജാവും രാമവർമ്മയാണ്, കൊച്ചി രാജാവും രാമവർമ്മയും. അത് 1949 ഏപ്രിൽ മെയ് മാസങ്ങളിലാണ്. അത് കഴിഞ്ഞാണ് ആഗസ്റ്റിൽ ബോർഡ് വന്നത്, ഫസ്റ്റ് ബോർഡ് വന്നു, ആക്ട് വന്നു. പിന്നീട് അന്ന് ഇങ്ങോട്ട് ഈ ആക്റ്റിൽ തിരുവിതാംകൂർ മഹാരാജാവിനുള്ള പവേഴ്സ് ക്യാബിനറ്റ് മന്ത്രിമാർക്കും ഹിന്ദു MLA-മാർക്കുമായി ഡെലിഗേറ്റ് ചെയ്തു. അപ്പോൾ ആക്റ്റിലെ ഒരു 3, 15, 16, 31 3 സെക്ഷനുകൾ വച്ചിരിക്കുന്നത് ഈ ബോർഡ് പ്രസിഡൻറ്റിൻ്റെ മെമ്പർമാരുടെ ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സാണ്. അവരെന്ത് ചെയ്യണം, എന്ത് ചെയ്തുകൂടാ, അതതിനകത്ത് വളരെ വ്യക്തതയോടുകൂടി വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ച് അതിൽ 3ാം സെക്ഷൻ തന്നെ പറയുന്നത് പ്രയർ ടു ദ ഫോർമേഷൻ ഓഫ് സ്റ്റേറ്റ് ഓഫ് കേരള ദ കിങ്, തിരുവിതാംകൂർ രാജാവിന് എന്തൊക്കെ മേൽക്കോയ്മ അധികാരങ്ങൾ ഈ ടെമ്പിളിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നു, എന്തൊക്കെ ഭരണപരമായ അവകാശവും അധികാരവും റൈറ്റ് ആൻഡ് പ്രിവിലേജസ് ടു ദ കിങ്, അത് അപ്പാടെ ദേവസ്വം ബോർഡിലേക്കാണ് ഡെലിഗേറ്റ് ചെയ്തത്, ഗവൺമെൻറ്റിനല്ല. ടു ദ ബോർഡ് പ്രസിഡൻറ്റ് ആൻഡ് മെമ്പേഴ്സ്. അതാണ് ഈ ബോർഡിൻ്റെ പ്രസിഡൻറ്റിൻ്റെയും അംഗങ്ങളുടെയും മഹത്തായ ഉത്തരവാദിത്വം. ഓക്കെ. അല്ല സാർ, ഞാൻ ഒരു കാര്യം ചോദിച്ചു. ആ ഉത്തരവാദിത്തങ്ങൾ കാലാകാലങ്ങളിലായി, ആദ്യകാലങ്ങളിൽ രാഷ്ട്രീയ ഇതര ബോർഡുകൾ വന്നു, പിന്നീട് കൃത്യമായി രാഷ്ട്രീയ ബാധ്യതയുള്ളവരും രാഷ്ട്രീയ അതെങ്ങനെ വന്നു? കാരണം ഈ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ്സ് അത് പാടില്ല എന്നല്ലേ നേരത്തെ? പാടില്ല എന്ന് വളരെ വ്യക്തതയോടുകൂടി പറഞ്ഞിട്ടുണ്ട്. കാരണം എങ്ങനെ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ്? അത് ഇതിൽ തന്നെ ആക്ടിൽ തന്നെ ഒരു സെക്ഷൻ 56 എന്ന് പറയുന്നത് 61 സെക്ഷനേ ഉള്ളൂ HRA ആക്ടിൽ. 56 പറയുന്നത് ദ പ്രസിഡന്റ് ആൻഡ് മെമ്പേഴ്സ് ആൻഡ് സ്റ്റാഫ് TDB ഷാൽ ബി ട്രീറ്റഡ് ആസ് പബ്ലിക് സർവൻ്റ് എന്നാണ്. പബ്ലിക് സർവൻ്റ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ബന്ധം പാടില്ല. പൊതുസേവകർ ആ സംജ്ഞയിൽ വരുന്നവർക്ക് രാഷ്ട്രീയ ബന്ധം. അതിൽ തന്നെ പറയുന്നത് തിരുവിതാംകൂർ പീനൽ കോഡിൽ അവരെ പണിഷ് ചെയ്യാം. അവർ വിജിലൻസിൻ്റെ പെർവ്യൂ വരുന്നവരാണ്. ബോർഡ് പ്രസിഡന്റ് മെമ്പർ പബ്ലിക് സർവൻ്റാണ്. ഇപ്പം ലോകായുക്തയിൽ അവർ കൃത്യമായി പബ്ലിക് സർവൻ്റ് കൊടുക്കുന്നത് പോലുള്ള സ്വത്തുവിവരം കൊടുക്കണം. ഒരാളും കൊടുക്കാറില്ല, ഒരാളും ചോദിക്കാറില്ല. അപ്പം ഇതാണ്. അപ്പം ഇത് ഏതാണ്ടൊരു മധ്യ കാലഘട്ടം വരെ നാട്ടിൽ ഇപ്പം മന്നത്ത് പത്മനാഭൻ്റെ അത്രയും ക്രെഡിബിലിറ്റി, അല്ലെങ്കിൽ R. ശങ്കരൻ്റെ അത്രയും ക്രെഡിബിലിറ്റി, ജസ്റ്റി ശങ്കരനാരായണൻ്റെ അത്രയും ക്രെഡിബിലിറ്റി ഇല്ലെങ്കിലും താരതമ്യേന മോശമല്ലാത്ത കുറച്ച് സ്വതന്ത്ര ചിന്തയുള്ള സമൂഹത്തിലെ ഉന്നതരായ ബോർഡാണ് വന്നിരുന്നത്. അതിന് മക്കപ്പുഴ വാസുദേവൻ നായർ, പിന്നെ B. പരമു, തണ്ടംവേലിപ്പിള്ള, പിന്നെ അമ്പലപ്പാട്ട് ദാമോദരനാശാൻ, അങ്ങനെയുള്ള മഹാരഥന്മാരായ ആളുകൾ തുടർന്ന് തന്നു. അങ്ങനെയാണ് ഉപേന്ദ്രനാഥ കുറുപ്പ്, പിന്നെ ചങ്ങനാശ്ശേരി N. ഭാസ്കരൻ നായർ തുടങ്ങിയ ആളുകൾ. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഏതോ ഒരു ഘട്ടത്തിൽ, എനിക്ക് തോന്നുന്നു 1986 ഘട്ടങ്ങളിലാണ് ശ്രീമാൻ രാമൻ പട്ടതിരിപ്പാട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ആദ്യം തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പക്ഷപാതമുള്ള ഒരു ബോർഡ് അന്നാണ് വന്നത്. അത് EM ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ അളിയനായതുകൊണ്ടാണ്. അദ്ദേഹം പ്രകടമായ രാഷ്ട്രീയമുള്ള ആളല്ല. ബട്ട് അതിനുശേഷം ഇങ്ങോട്ടാണ് രാഷ്ട്രീയ ബോർഡുകൾ വരാൻ. ഈ
ഇപ്പോൾ CPM ആണല്ലോ ബോർഡ് നിയന്ത്രിക്കുന്നത്. അവിശ്വാസികളാണ്, നിരീശ്വരവാദികളാണല്ലോ. അവർക്ക് ഇതിനോടൊക്കെ പുച്ഛാണ്. അവരുടെ ചെയ്തികളിൽ നിന്ന് തന്നെ നമ്മളത് മനസ്സിലാക്കിയതാണ്. ഏറ്റവും ഒടുവിൽ ദേവസ്വം മന്ത്രിയായിരുന്ന രാധാകൃഷ്ണൻ തന്നെ അല്ലേ അവിടുന്ന് ശബരിമല തീർത്ഥം കൊടുക്കുന്ന സമയത്ത് അത് കയ്യിലാക്കി പക്ഷേ നമ്പ്യാർ ഇവർക്ക് ഇപ്പൊ മന്ത്രിക്ക് സത്യത്തിൽ എന്തെങ്കിലും റൈറ്റോ പ്രിവിലേജോ അഡ്മിനിസ്ട്രേറ്റീവ് ചുമതലകളോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയോ കൊച്ചി ബോർഡിൻ്റെയോ മലബാർ ദേവസ്വം ബോർഡിൻ്റെയോ മേളിലില്ല. ഇല്ല, നിയമത്തിലില്ല. അപ്പം നിയമത്തിൽ ഇല്ലാത്ത, നിയമം അനുശാസിക്കാത്ത സ്വാതന്ത്ര്യമല്ലേ ഇവർ? അത് എടുത്തതിന്റെ ദുരന്ത ഫലമാണ് ആ പാർട്ടിയിൽ വരുന്നവർ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം HRA ആക്ടിൽ 61 സെക്ഷനിൽ ഒരിടത്തും ഇതൊരു സ്വതന്ത്ര ബോഡിയാണ്. ഇവരെ നിയമിക്കാൻ ഗവൺമെന്റ് അധികാരമുണ്ട്, ലെജിസ്ലേഷൻ വന്നിട്ടുണ്ട്, ആക്ട്. അത് നിയമിച്ചു കഴിഞ്ഞാൽ ഇവരെ അയോഗ്യരാക്കാനുള്ള അവകാശവും അധികാരവും പോലും കോടതിയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ആഡിറ്റ് നടത്തുന്ന ലോക്കൽ ഫണ്ട് ആഡിറ്റ് നോട്ടിന്റെ ആഡിറ്റ് റിവ്യൂ ചെയ്യുന്നത് ഡിവിഷൻ ബെഞ്ചാണ്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ഈ രൂപീകരണ കാലത്ത് ഇതിന്റെ ആ ദീർഘവീക്ഷണത്തോടുകൂടി അവർ ചെയ്തത്. നമ്മുടെ ഇന്ത്യയിൽ, ഭാരതത്തിൽ ഒരു സംസ്ഥാനങ്ങളിലും ക്ഷേത്ര ഭരണത്തിന് ഒരു കോടതി ബെഞ്ചില്ല. പക്ഷേ കേരളത്തിലെ ക്ഷേത്ര ഭരണത്തിന് ഡിവിഷൻ ബെഞ്ച് ഫോർ ദേവസ്വം ബോർഡ് കേസസ്, അവരാണ് ആഡിറ്റ് റിവ്യൂ ചെയ്യുന്നത്. ദേവസ്വം ബോർഡിലെ ഈ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആഡിറ്റ് റിവ്യൂ ചെയ്യുന്നത് കോടതിയാണ്. അല്ല സാർ, ഇപ്പോൾ ഏറ്റവും വലിയൊരു ആവശ്യം ഉയർന്നിരിക്കുന്നത്, അതായത് ഈ ക്ഷേത്രഭരണം ദേവസ്വം ബോർഡിൽ നിന്നെടുത്ത് വിശ്വാസികളെ ഏൽപ്പിക്കണം എന്നുള്ളത് ആണ്. അപ്പോൾ ഇത് നിയമപരമായിട്ട് ആരെങ്കിലും കോടതിയെ സമീപിക്കുകയാണെങ്കിൽ, ഇപ്പോൾ സാറ് പറഞ്ഞ ആ വ്യവസ്ഥ അനുസരിച്ച്, നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന, HRAയിൽ പറഞ്ഞിരിക്കുന്ന ഒക്കെ അനുസരിച്ച് കോടതിയിലേക്ക് നീങ്ങുകയാണെങ്കിൽ അല്ലേ, ബോർഡുകളെ രാഷ്ട്രീയ മുക്തമാക്കാലോ? ബോർഡുകളെ രാഷ്ട്രീയ മുക്തമാക്കാം. പക്ഷേ ഈ പറഞ്ഞതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. ഇതൊരു ഇത്രയും വല്ല സുഘടിതവും ഏതാണ്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ തുല്യമായ ഉത്തരവാദിത്വങ്ങളും വിവിധങ്ങളായ, ഏതാണ്ട് സ്റ്റേറ്റിന് പോലും, കേരള സ്റ്റേറ്റിന് പോലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അത്രയും ആസ്തി ഭദ്രതയുണ്ടോ എന്ന് സംശയമാണ്. കാരണം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തിരുവാഭരണ സമ്പത്തിനെ പറ്റി നമുക്കറിയാം. അത്രയും ഇല്ലെങ്കിൽ പോലും ഈ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെ കുടിയിരിപ്പുകൾ അല്ലെങ്കിൽ ആസ്തികൾ എന്ന് പറയുന്നത്, അതിൻ്റെ ലാൻഡ്, അതിൻ്റെ തിരുവാഭരണങ്ങൾ, ഓരോ ക്ഷേത്രങ്ങളിലെയും വിലപിടിച്ച തിരുവാഭരണങ്ങൾ ഒട്ടും മോശമല്ലാത്ത തരത്തിൽ കേരള സംസ്ഥാനത്തിൻ്റെ സമ്പത്തിനേക്കാൾ മുകളിൽ നിൽക്കുന്ന സമ്പത്തുള്ള ഒരു സ്ഥാപനമാണ് തിരുവിതാംകൂർ ദേവസ്വം. അത്തരം ഒരു സ്ഥാപനം ഒരു സുപ്രഭാതത്തിൽ വിശ്വാസികളെ ഏൽപ്പിക്കണം, അതിന് വ്യവസ്ഥയും ഇതും ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? ഇതിനേക്കാൾ മോശമായിരിക്കും സംഭവിക്കുക. അതുകൊണ്ട് സുഘടിതമായ ഒരു സംവിധാനം ഉണ്ടാക്കി. പിന്നെ ഇതിനകത്ത് വേറൊരു വകുപ്പ്, പക്ഷേ അത് രാഷ്ട്രീയ മുക്തമായിരിക്കണം. രാഷ്ട്രീയ മുക്തമായിരിക്കണം. ഇതിനകത്ത് വേറൊരു കാര്യം പറയുന്നു, ആക്ടിൽ തന്നെ വേറൊരു കാര്യം പറയുന്നു. അന്ന് ഈ കവനന്റ് ഉണ്ടാക്കിയപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്, അല്ല ഈ തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ പേഴ്സണൽ അസറ്റ്സ് അവരൊരു ലിസ്റ്റ് കൊടുത്തു. അത് അപ്രൂവ് ചെയ്തുകൊണ്ടും പൊതുസ്വത്ത് അപ്രൂവ് ചെയ്തുകൊണ്ടും ഉള്ള ഇതിലൊരു സെക്ഷൻ 10 എന്ന് പറയുന്ന ആർട്ടിക്കിൾ, ഒരു വകുപ്പ് എഴുതി ചേർത്തിട്ടുണ്ട്. ഇൻ ഫ്യൂച്ചർ എൻ ഡിസ്പ്യൂട്ട് അറൈസസ് റിഗാർഡിംഗ് ദ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആൻഡ് പബ്ലിക് പ്രോപ്പർട്ടി വന്നാൽ കേന്ദ്ര ഗവൺമെന്റിനെ ഒരു കമ്മിറ്റിയെ വെച്ച് അത് പരിശോധിച്ച് തീരുമാനമെടുക്കാനുള്ള പ്രൊവിഷൻ ഈ കവനന്റിൽ വ്യവസ്ഥ ചെയ്തു. അപ്പോൾ ഈ കൊള്ളയുടെ അടിസ്ഥാനത്തിലൊക്കെ കേന്ദ്രത്തിനും ഇടപെടാം. തീർച്ചയായിട്ടും ഇടപെടാം. കാരണം ഇത് അതിപൗരാണികമായ ഇവിടെ തന്നെ നമ്മൾ കേണൽ മൺറോ ഏറ്റെടുത്തത് ഈ റീജന്റ് റാണിയുടെ കാലത്ത് 1811 അന്ന് ഈ രാജാവിൻ്റെ മേൽക്കോയ്മ റൈറ്റ് ഉപയോഗിച്ച് ഈ ക്ഷേത്രത്തെ അസ്യൂം ചെയ്യുകയായിരുന്നു. ഓയിങ് ടു ദ മിസ്മാനേജ്മെന്റ് എന്നാണ് അന്ന് ആ നോട്ടിഫിക്കേഷൻ ആദ്യം പറയുന്നത്. ഓയിങ് ടു ദ മിസ്മാനേജ്മെന്റ് ദ കിങ് ട്രാവൻകൂർ ബൈ എക്സർസൈസിങ് ദ മേൽക്കോയ്മ റൈറ്റ് ഇത് എടുക്കുന്നു എന്നാണ് പറഞ്ഞത്. അന്ന് 1700 അമ്പലം എടുത്തു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ 1250 ഉള്ളൂ. ബാക്കി എങ്ങോട്ട് പോയെന്ന് എനിക്കറിഞ്ഞൂടാ. ഈ കാല ഭരണത്തിൽ എവിടെ കൊണ്ടുപോയി ആരെടുത്തുള്ളൂ എന്ന് എനിക്കറിഞ്ഞൂടാ. ബട്ട്
അങ്ങനെയാണ് അത് വന്നത്. അപ്പോൾ അത്രയും നൂറ്റാണ്ടുകളുടെ പഴമയും പഴക്കവും പാരമ്പര്യവും സംസ്കൃതിയും അടങ്ങിയിരിക്കുന്ന ഈ ക്ഷേത്രങ്ങൾ ഇപ്പം തന്നെ പുരാവസ്തു വകുപ്പ് കേന്ദ്ര ഗവൺമെൻറ് കീഴിൽ തിരുവല്ലം അമ്പലം ഭരിക്കുന്നു. അവിടെ ഡിസ്പ്യൂട്ടില്ലല്ലോ, അവിടെ അത് പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ, നിയമമുണ്ടല്ലോ. അപ്പോൾ അമ്മാതിരിയുള്ള സംരക്ഷിതമായ ഒരു സംവിധാനത്തിന് കീഴിൽ ഇതിന് സുരക്ഷിതമായി ഈ പ്രസ്ഥാനങ്ങൾക്ക് ഇനി കഴിഞ്ഞുകൂടാൻ സാധിക്കുകയുള്ളൂ. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആസ്തി എത്രയായിരിക്കും? തിരുവിതാംകൂർ ദേവസ്വം അതൊരു ഇൻവെൻട്രി കൃത്യമായി പറയാൻ പറ്റത്തില്ല. ഏതാണ്ട് 1-2 ലക്ഷം ഏക്കറോളം സ്ഥലവും സ്ഥാവര സ്വത്തുകളും ഇതൊക്കെ കണക്കാക്കിയാൽ തന്നെ ഈ അതിൻ്റെ തിരുവാഭരണങ്ങളും, അതാണ് ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചത്, സംസ്ഥാന ഗവൺമെൻറ്റിനുള്ള ആസ്തിയുടെ മുകളിൽ നിൽക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആസ്തികൾ കണക്ക് കൂട്ടിയാൽ, അതിൻ്റെ ഇൻവെൻട്രി ശരിയായി ഇൻവെൻട്രി ഉണ്ടാക്കിയാൽ, അതിൻ്റെ സമ്പത്ത്, അമൂല്യമായ സമ്പത്തുകൾ കണക്കെടുപ്പ് നടത്തിയാൽ അത് കേരളത്തിലെ ഏതൊരു സ്ഥാപനത്തിനും, ഇപ്പം നമുക്ക് പരമാവധി പറയാൻ പറ്റുന്ന സംസ്ഥാന ഗവൺമെൻറ് എന്ന് പറയാം, അതിൻ്റെയും ഉയരെയായിരിക്കും. എത്ര ഏക്കർ ഭൂമി അന്യാധീനപ്പെട്ടിട്ടുണ്ട്? ഏതാണ്ട് 1 ലക്ഷത്തോളം ഏക്കർ ഭൂമി ഈ കാലം, ഏത് ഈ ഭരണകാലം, ഈ ജനാധിപത്യ ഭരണകാലം തുടങ്ങി 1949 മുതൽ ഈ 2025 വരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നട്ട. കാരണം 1922 ഈ രാമചന്ദ്ര റാവു കമ്മീഷൻ, ഹൈക്കോടതി ജഡ്ജിയായ രാമചന്ദ്ര റാവു കമ്മീഷൻ്റെ ഒരു പഠനം നടത്തി തിരുവിതാംകൂർ മഹാരാജാക്കന്മാർ. അതിനൊരു കാരണമുണ്ട്. ഈ രാജഭരണത്തിൽ റവന്യൂവും ദേവസ്വം ഒരു ഡിപ്പാർട്ട്മെൻ്റായിരുന്നു. ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അന്ന് ദേവസ്വം ഡിപ്പാർട്ട്മെൻറ്റിൽ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും നിയമിച്ചിരുന്നു സർക്കാർ സർവീസിൽ. അപ്പോൾ അതുകൊണ്ട് ദേവസ്വം ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രൊമോഷൻ വരുമ്പോൾ ദേവസ്വത്തിലാണ് പോസ്റ്റെങ്കിൽ ക്രിസ്ത്യൻ ഉദ്യോഗസ്ഥന്മാർക്ക് നിയമനം കൊടുക്കാൻ പറ്റാതെ വരും, പ്രൊമോഷൻ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. അവരൊരു ക്രിസ്ത്യൻ മെമ്മോറിയൽ എന്നുള്ളൊരു അപേക്ഷ കൊടുത്തു രാജാവിന്. രാജാവ് അത് പരിശോധിച്ചപ്പോൾ ശരിയാണ്. ഇത് പഠിക്കാനാണ് അന്ന് ഹൈക്കോടതി ജഡ്ജിയായിരുന്ന രാമചന്ദ്ര റാവു കമ്മീഷൻ നിയമിച്ചു. കമ്മീഷൻ ഇതെല്ലാം പഠിച്ചിട്ട് അങ്ങനെ ഒരു റെമഡി പറഞ്ഞത് ദേവസ്വവും റവന്യൂവും രണ്ടാക്കണം. അങ്ങനെ രണ്ടാക്കി. അതിൽ അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ ലാൻഡ് പ്രോപ്പർട്ടി 40% പ്രോപ്പർട്ടി ബിലോങ്സ് ടു ടെമ്പിൾ ഏരിയ. എത്രായിരപ്പുറം നെല്ല് ഇതിന് ആസ്തിയുണ്ട്. അന്നത്തെ കാലത്ത് 52 ലക്ഷം രൂപയും സ്റ്റേറ്റ് ഖജനാവിനേക്കാൾ കൂടുതൽ രൂപയും ഇതിൻ്റേതാണ്. അതുകൊണ്ടാണ് 2022 ഈ റവന്യൂ എല്ലാ വർഷവും സ്റ്റേറ്റിന് 40.5 ലക്ഷം രൂപ കോൺട്രിബ്യൂഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു രണ്ടാക്കിയപ്പോൾ. കാരണം ദേവസ്വം ലാൻഡ്സ് റവന്യൂ പോയി. അപ്പോൾ അതിൻ്റെ കരം പിരിക്കുന്നത് റവന്യൂ വിഭാഗം. അതുകൊണ്ട് അതിൻ്റെ കോമ്പൻസേഷൻ, ജന്മിക്കരവും കോമ്പൻസേഷനുമായിട്ട് ഇങ്ങോട്ട് കാശ് കൊടുക്കണം. ഇത് 1949 ഈ ക്വസ്റ്റ്യൻ പിന്നെ റൈസ് ചെയ്തു. ഇത് രാജാവ് വിടുന്നവരെ രാജാവ് കൊടുത്തു, ഇനി സ്റ്റേറ്റാണ്. അപ്പോൾ അതിന് വ്യവസ്ഥ ഉണ്ടാക്കി. 40.5 ലക്ഷം രൂപ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും 6 ലക്ഷം രൂപ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനും സെൻട്രൽ കൺസോൾട്ടേറ്റ് ഫണ്ടിൽ നിന്ന് കൊടുക്കണമെന്ന് കവനൻറ്റിൽ വ്യവസ്ഥ ഉണ്ടാക്കി. അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ 290A അനുച്ഛേദത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് ഓബ്ലിഗേറ്ററി ഡ്യൂട്ടി ഓഫ് ദ ഗവൺമെൻറ് ആണ്. 3 വർഷത്തെ പണം ഇനിയും സംസ്ഥാന ഗവൺമെൻറ് കൊടുത്തിട്ടില്ല ഈ കേരള ഈ ബോർഡിന്. അത് മേടിക്കാൻ ഈ ബോർഡ് നടപടിയെടുത്തിട്ടില്ല. ഇതിൻ്റെ പലിശ ആര് കൊടുക്കും, ഇതിൻ്റെ കോമ്പൻസേഷൻ ആര് കൊടുക്കും? ഒരുപാട് ക്വസ്റ്റ്യൻ ബാക്കിയാണ്. ഇപ്പോൾ എല്ലാം ദേവസ്വം ബോർഡിനെ ഞങ്ങൾ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പല അവകാശവും പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ബോർഡിൻ്റെ ഈ ഓബ്ലിഗേറ്ററി ഡ്യൂട്ടിയായി ഈ കോൺട്രിബ്യൂഷൻ കൊടുക്കാത്തത്, പെൻഡിങ് വെച്ചേക്കുന്ന? ഇതിനെ നന്നാക്കാണോ, ഈ ദേവസ്വം ബോർഡിനെ നന്നാക്കാണോ? അപ്പോൾ ഇങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻ വേറെ കിടക്കുന്നു. തിരുവനന്തപുരത്ത് പാളയത്തെ ഗണപതി ക്ഷേത്രത്തിൻ്റെ സ്വത്ത് തൊട്ട് ഇപ്പോൾ എരുമേലിയിൽ 6000 ഏക്കർ വിമാനത്താവളം വരുന്നതും ദേവസ്വത്തിൻ്റെയാണ്. 2000 ഏക്കർ എരുമേലി ദേവസ്വത്തിൻ്റെയും 4000 ഏക്കർ പശ്ചിമ ദേവസ്വത്തിൻ്റെയും 6000 ഏക്കർ സ്ഥലമാണ് അവിടെയുള്ളത്. അത് ഹാരിസൺ പ്ലാന്റേഷന് വേണ്ടി അവർ കുത്തകപ്പാട്ടത്തിൽ എടുത്തുകൊണ്ടിരുന്നതാണ്. ആ കുത്തകപ്പാട്ടം പിരിക്കുന്നതിനുള്ള രജിസ്റ്റർ ശബരിമല ഈ എരുമേലി ദേവസ്വത്തിൽ ഉണ്ടായിരുന്നത് ഈ ലോക്കൽ ഫണ്ട് ആഡിറ്റ് വിഭാഗത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ പരിശോധനയ്ക്ക് വാങ്ങിച്ചുകൊണ്ടുപോയി എവിടെയോ ഉപേക്ഷിച്ചിട്ടുണ്ട്. അത് മനഃപൂർവ്വമാണോ മനഃപൂർവ്വം അല്ലേ എന്ന് എനിക്കറിയില്ല. ആ സാധനം രജിസ്റ്റർ വരെ. അപ്പോൾ ഈ ഒറിജിനൽ റെക്കോർഡ്സ് ഉണ്ടല്ലോ,
ഈ ഭൂമിയുടെ രേഖകൾ അത് അതൊക്കെ ഇപ്പോഴും ഉണ്ടോ? പലയിടത്തും ഇല്ല. ദേവസ്വം ലാൻഡ് രജിസ്റ്റർ ഇല്ല. പക്ഷേ ഗവൺമെൻറ്റിലെ സെറ്റിൽമെൻറ്റ് രജിസ്റ്റർ ഉണ്ട്. ഈ സർവേ, ഈ വാർഡൻ കോർണർ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് സർവേയറാണ് ഇതെല്ലാം ഒരു കാലത്ത് സർവേ നടത്തി. ഈ വാർഡൻ കോർണർ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ലാൻഡ് സർവേയുടെ ഡയറക്ടർ ഓഫീസിൽ ഇതിൻ്റെ എല്ലാം രേഖകൾ മാപ്പിലിത്തോ ഉൾപ്പെടെ ലഭ്യമാണ്. പക്ഷേ അതിന് വലിയ പൈസ അടയ്ക്കണം. 2000-3000 രൂപ ഓരോ സർവേ നമ്പറിനും അടയ്ക്കണം. അടച്ചാൽ ഈ ഭൂമിയുടെ മുഴുവൻ അടിസ്ഥാന രേഖകളും കിട്ടും. കിട്ടിയാൽ ഇത് മുഴുവൻ ഈടാക്കാം. പക്ഷെ ആര് നടത്തും? ഈ 1,00,000 ഏക്കറോളം ഭൂമി ഈ കാലത്തെല്ലാം ഈ 10-40 കൊല്ലമായി നഷ്ടപ്പെട്ട, ഈ 75 കൊല്ലമായി ദേവസ്വം ബോർഡ് ഉണ്ടായിട്ട് നഷ്ടപ്പെട്ടത് ആര് പിടിക്കും? ആരതിന് ശക്തമായ നടപടിയെടുക്കും? അത്രയും ഉള്ള ഒരു ബാധ്യത ഏറ്റെടുക്കാൻ രാഷ്ട്രീയ ബോർഡുകൾക്കാകുമോ എന്നൊരു ക്വസ്റ്റ്യൻ. ഇനി അവരത് ഏറ്റെടുത്താൽ തന്നെ അത് ഈ ജനാധിപത്യ യുഗത്തിൽ അത് നടത്താൻ സാധിക്കുമോ എന്നൊരു ക്വസ്റ്റ്യൻ പറയാം. ഈ സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രതിസ്ഥാനത്ത് വന്നിരിക്കുകയാണ്. അല്ല, ബോർഡ് പ്രതിസ്ഥാനത്ത് ആദ്യം വന്നില്ല, പക്ഷെ ഇപ്പോൾ വന്നു. അത് ഇപ്പോൾ വന്നതും വേറൊരു കാര്യമുണ്ട്. 2019 ഇൻസിഡന്റ്, 2019 ഇൻസിഡന്റ് 2018-19 ഈ കാലത്തെ ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി റൂൾ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തനത് സ്റ്റാറ്റ്യൂട്ടറി നിയമങ്ങൾ ലംഘിച്ചു. 1. 2025 ഇതേ മിസ്റ്റേക്ക് വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട്. അതിനാര് കുറ്റക്കാർ? അത് ടേംസ് ഓഫ് റെഫറൻസിൽ നിന്ന് പോയോ? 2025 ഇത് വീണ്ടും കൊണ്ടുപോയത്. അന്ന് ഈ സ്റ്റാറ്റ്യൂട്ടറി വയലേഷൻ ഉണ്ട്, വേറൊരു വയലേഷൻ ഉണ്ട്. 2023 കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ തിരുവാഭരണങ്ങൾ മേലിൽ പുറത്തേക്ക് കൊണ്ടുപോയാൽ കോടതിയുടെ അനുവാദം വാങ്ങിക്കേണ്ടതും ഇതിൻ്റെ നിർമ്മാണ നവീകരണ പ്രവർത്തനങ്ങളിൽ കോടതി നിയോഗിച്ചിട്ടുള്ള സ്പെഷ്യൽ കമ്മീഷണർ സാന്നിധ്യം വേണമെന്നും ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട് 2023. അപ്പോൾ ഈ 25 ബോർഡുകാർ ചെയ്തത് കോടതി ഉത്തരവിന്റെ ലംഘനവും സ്റ്റാറ്റ്യൂട്ടറി ലംഘനവും. അവരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തണ്ടല്ലേ? എവിടെ പെട്ടി? അല്ല, ഉൾപ്പെടുത്തേണ്ടതല്ലേ? അതും വയലേഷൻ അല്ലേ? അതും കുറ്റമല്ലേ? 2019 കുറ്റം അതേപോലെ ആവർത്തിക്കല്ലേ, റിപ്ലിക്കല്ലേ? അതിനത് നടപടിയില്ലാത്ത അതിന്ന് രക്ഷപ്പെട്ടെന്നാണ് അവർ പറയുന്നത്. അന്നും ഇതൊക്കെ നടന്നിട്ടുണ്ട്, ഇത് തന്നെ നടന്നിട്ടുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി വയലേഷൻ, അഡീഷണലി കോർട്ട് ഓർഡർ വയലേഷൻ. ശബരിമലയിൽ താങ്കൾ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ടല്ലേ? ശബരിമല ഒരു കറവ പശുവല്ലേ അല്ലേ? നമ്മൾ കാണാത്ത കൊള്ള നടക്കുന്നില്ല വളരെ രഹസ്യമായിട്ട്? ഒരുപാട് മേച്ചിൽപ്പുറങ്ങൾ അവിടെയുണ്ട്. ഇവൻ ഈ പ്രസാദ വിതരണത്തിന് കാട്ടിലെ മലങ്കൂവയുടെ ഇല പറിക്കുന്നതുൾപ്പെടെയുള്ള അപഹരണങ്ങളാണ് അവിടെയുള്ളത്. ഇനി കൂടുതൽ വിശദീകരിക്കാൻ ഇല്ലല്ലോ. ഭണ്ഡാരത്തിൽ ഭക്ഷണം കൊടുക്കുന്നതിൽ, വഴിപാട് സാധനങ്ങൾ എടുക്കുന്നതിൽ, വഴിപാട് സാധനങ്ങൾക്ക് ശർക്കര ചേർക്കുന്നതിൽ എൻ്റെ ദൃഷ്ടിയിൽപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. 4 ലക്ഷം കിലോ 5 ലക്ഷം കിലോ ശർക്കരയാണ് അവിടെ ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു ബാഗിൽ 40 കിലോ എന്നും പറഞ്ഞാണ് നമുക്ക് കൊണ്ടുതരുന്നത്. ആ സാധനത്തിൽ 35 കിലോ 36 കിലോയ്ക്ക് അപ്പുറം കാണാറേ ഇല്ല. പലപ്പോഴും പരിശോധിച്ച് നോട്ട് കൊടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. ശർക്കരയ്ക്കകത്ത് ഈ മൈദ മാവ് കുഴച്ച് ചെറിയ ഉണ്ടകളാക്കി ആ ഉണ്ടകൾ ശർക്കരപ്പാവിലിട്ട് ശർക്കര ഉണ്ടാക്കി കൊണ്ടുവന്നത് പോലും ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഞാൻ പിടിച്ച് വിജിലൻസ് സാഹിബ് പിടിച്ച് റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു. അതുമുതൽ അവിടുത്തെ മെസ്സ് ഏറ്റവും വലിയ കൊള്ള ഈ അന്നദാനത്തിൽ. അതെ, അന്നദാനമല്ലേ? അന്നദാനത്തിന് എത്ര സന്നദ്ധ സംഘടനകൾ തയ്യാറാണ്? സന്നദ്ധ സംഘടനയൊന്നും ചെയ്താൽ പിന്നെ അതിൻ്റെ ആദായം എവിടെ പോകും? അത് മറ്റുള്ള അമ്പലങ്ങളിലേക്ക് ഇപ്പം വ്യാപിച്ചിരിക്കുകയാണ്. ദേവസ്വത്തിൻ്റെ വരുമാനമൊന്നും നോക്കിയിട്ടല്ല, പലയിടത്തും അന്നദാനം ഒരു പുതിയ മാർഗമായി, ധനാഗമ മാർഗമായി കണ്ടിരിക്കുകയാണ്. 50 പേർക്ക് കൊടുക്കുന്നു, 500 പേരുടെ കാശ് എഴുതുന്നു. ഇതൊരു വലിയ ഈ നമ്മുടെ ദേവസ്വം ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു മേച്ചിൽപ്പുറമായി തീർന്നിരിക്കുക പല സ്ഥലത്തും. ആക്ച്വലി ഇത് കണ്ടുപിടിക്കാൻ ആർക്കും അറിയില്ല. എന്തിനാണ് ഭക്തജനങ്ങൾക്ക് അതൊക്കെ വല്ല സന്നദ്ധ സംഘടന അവർ കൊടുക്കട്ടെ. അവർക്ക് സൗകര്യം കൊടുക്കൂ, അവർക്ക് കറണ്ട് കൊടുക്കൂ, വെള്ളം കൊടുക്കൂ, സൗകര്യം കൊടുക്കൂ. അവർ പബ്ലിക് പിരിവ് ഈ ഏരിയയിൽ നിന്ന് പിരിക്കാതിരുന്നാൽ പോരെ. അപ്പം അതും ഒരു വലിയ 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 ഇങ്ങനെ അനവധി ഭണ്ഡാരത്തിൽ എല്ലാ സ്ഥലത്തും വ്യാപകമായ ക്രമക്കേടുകളുണ്ട്. പരിശോധിച്ചു പോയാൽ അതവിടെ മാത്രമല്ല, ആള് കൂടുന്ന പണം വരുന്ന ഏതൊരു സ്ഥാപനത്തിലും ഉള്ളത്
കുറച്ചുകൂടെ ഇച്ചിരി കൂടുതലുണ്ടാവും. അല്ല, ആഴിയിലെറിയുന്ന തേങ്ങ പോലും കുത്തിയെടുക്കും. അതെടുക്കും തീർച്ചയായിട്ടും. അതിന് ആരെല്ലാം കാശ് മേടിക്കുന്നത് ഇദ്ദേഹത്തിനറിയോ? അതിൽ നിന്ന് ആദായം പറ്റാൻ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് റിട്ടയേർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ CR രാധാകൃഷ്ണനുമായുള്ള അഭിമുഖം ഇവിടെ പൂർണ്ണമാവുന്നില്ല. രണ്ടാം ഭാഗം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം.